Good morning, children. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിപ്പിച്ചത് നോട്ട്ബുക്കിൽ എഴുതി അത് പഠിച്ചോണം. സ്കൂൾ തുറന്നു വരുമ്പം എനിക്ക് നോട്ട്ബുക്ക് കാണണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സിനെ കുറിച്ചായിരുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്. അപ്പം നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എടുക്കുവാണെങ്കിൽ അതിന് Na+Cl- Na+, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് സോഡിയം അയോണും ക്ലോറൈഡ് അയോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഒരു ക്രിസ്റ്റലിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ ആ അറേഞ്ച് ചെയ്തിരിക്കുന്ന 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിനാണ് പറയുന്നത് ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ പിങ്ക് കളറിലെ ഡോട്ട് കാണിച്ചിരിക്കുന്നിടത്തെല്ലാം Na+ അയോണും Cl- അയോണും വരും സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൽ. അപ്പോൾ a regular 3-dimensional arrangement of constituent particles of a crystal is called crystal lattice അല്ലെങ്കിൽ space lattice എന്ന് പറയും. ഇപ്പം എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. A regular 3-dimensional arrangement of constituent particles of a crystal is called crystal lattice or space lattice. ഇനി എങ്ങനെയാണ് ഈ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതായത് ഓരോ ചെറിയത ഈ ഫിഗർ എന്ന് പറയുന്ന യൂണിറ്റ് സെൽ എന്നാണ്. ഈ യൂണിറ്റ് സെല്ലിനെ അടുക്കി വെച്ചാണ് ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് പറയുന്നത് യൂണിറ്റ് സെൽ. What is unit cell? The smallest repeating unit of a crystal lattice is called unit cell. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ പോയിന്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതിനാ പറയുന്നത് ലാറ്റിസ് പോയിന്റ്. The constituent particles in a crystal are represented by dots or points. These are called lattice point or lattice site എന്നും പറയും. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ക്രിസ്റ്റൽ ലാറ്റിസ് a regular 3-dimensional arrangement of constituent particles of a crystal is called the crystal lattice. And the constituent particles are represented by dots. That dots are called lattice point or lattice site. The smallest repeating unit of a crystal lattice is called the unit cell. നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസസിനെ 14 രീതിയിൽ അറേഞ്ച് ചെയ്യാം. There are 14 possible 3-dimensional arrangement of crystal lattice. They are known as Bravais lattice. ഇനി നമുക്ക് യൂണിറ്റ് സെല്ലിലേക്ക് പോകാം. യൂണിറ്റ് സെല്ല് രണ്ടാമത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും സെന്റേർഡ് യൂണിറ്റ് സെല്ലും. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. In primitive unit cell, there are particles only at the corner position of the unit cell. Primitive unit cell are also known as simple cubic cell and the abbreviation is SCC. Here there are particles only at the corner position of the unit cell. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. നോക്കെ സിമ്പിൾ ക്യൂബിക് സെല്ലിന്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. ഒരു ക്യൂബിന് 8 കോർണർ ആണുള്ളത്. 8 കോർണറിലും ഓരോ പാർട്ടിക്കിൾ വീതം. ഇൻ സിമ്പിൾ ക്യൂബിക് സെൽ there are particles only at the corner position of the unit cell. അടുത്തത് യൂണിറ്റ് സെല്ലിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. എന്ന് പറഞ്ഞാൽ കോർണറിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലും പാർട്ടിക്കിൾ കാണും. ദാറ്റ് ഈസ് ദേ നോക്കിയേ, ഇവിടെ കോർണർ പാർട്ടിക്കിൾ ഉണ്ട്. അത് കൂടാതെ ആ ബോഡിയുടെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അതിനാ പറയുന്നത് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. അതിന്റെ അബ്രീവിയേഷൻ ആണ് BCC. ദാറ്റ് ഈസ് there are particles at the corners as well as at the center of the body of the unit cell. That is called the body centered unit cell or BCC.
സെന്റേർഡ് യൂണിറ്റ് സെല്ലിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അതായത് ഒരു ക്യൂബിന് 6 ഫേസ് ആണുള്ളത്. അപ്പൊ 6 ഫേസ് കോർണറിലുള്ള പാർട്ടിക്കിൾസിനെ കൂടാതെ ആ ക്യൂബിന്റെ 6 ഫേസിന്റെ മിഡിൽ ഭാഗത്ത്, മധ്യഭാഗത്തും ഓരോ പാർട്ടിക്കിളിനെ കാണാം. അതിനാ പറയുന്നത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അതിന്റെ അബ്രീവിയേഷൻ ആണ് FCC. അപ്പം in FCC there are particles at the corners, also at the center of each face of the unit cell. Centered unit cell inde മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് end centered unit cell. That is, അതായത് കോർണറിൽ 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ട്. അതുകൂടാതെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസസിന്റെ മധ്യഭാഗത്തും പാർട്ടിക്കിൾ കാണും. ഇതിന്റെ മേളത്തെ ഫേസാ, അതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ആണ് താഴെ. അപ്പം ഇതിന്റെ നടുക്ക് ഒരു പാർട്ടിക്കിൾ കാണും, അതിന്റെ ഓപ്പോസിറ്റ് ഫേസിന്റെ മിഡിലും പാർട്ടിക്കിൾ കാണും. അതാണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ, അബ്രീവിയേഷൻ ECC. That is, in ECC there are particles at the corners as well as at the center of any 2 opposite faces. ഇപ്പൊ ഈ ഫേസിന്റെ നടുക്കാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ഇതാണ്, അതിന്റെ മിഡിൽ ഒരു പാർട്ടിക്കിൾ കാണും. അങ്ങനെ യൂണിറ്റ് സെൽ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, unit cell is classified into 2. Primitive unit cell, that is there are particles only at the corner position of the unit cell. രണ്ടാമത്തെ centered unit cell, that is there are particles at the corners as well as at some other position of the unit cell. That is classified into body centered unit cell, that is there are particles at the corners as well as at the center of the body of the unit cell. അടുത്ത സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ദാറ്റ് ഈസ് there are particles at the corners as well as at the center of 6 faces of the unit cell. 6 ഫേസ് ഉണ്ട്. 6 ഫേസിന്റെ മധ്യഭാഗത്തും ഓരോ പാർട്ടിക്കിൾ കാണും. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ദാറ്റ് ഈസ് there are particles at the corners as well as at the center of any 2 opposite faces. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഓരോ യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. അതായത് സിമ്പിൾ ക്യൂബിക് സെല്ലിലും ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലും ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിലും ഓരോ യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം. ആദ്യം സിമ്പിൾ ക്യൂബിക് സെല്ലിൽ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് കോർണറിൽ മാത്രമേ ഉള്ളൂ എന്ന്. In simple cubic cell there are particles only at the corner position of the unit cell. അപ്പോൾ കോർണറിലുള്ള ഓരോ പാർട്ടിക്കിളും വേറെ 8 യൂണിറ്റ് സെല്ലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അതായത് ഈച്ച് കോർണർ പാർട്ടിക്കിൾ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 8 other യൂണിറ്റ് സെൽസ്. അതായത് അതേ ലെയറിലെ 4 യൂണിറ്റ് സെല്ലുമായിട്ടും തൊട്ട് മുകളിലുള്ള ലെയറിലെ 4 യൂണിറ്റ് സെല്ലുമായിട്ടും കോണ്ടാക്റ്റിൽ വരുന്നു. ഈച്ച് കോർണർ പാർട്ടിക്കിൾ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 4 unit cell of the same layer and 4 unit cell of the layer above this layer. അതുകൊണ്ട് ഓരോ കോർണറിലുള്ള പാർട്ടിക്കിളിന്റെ 8ൽ 1 ഭാഗം മാത്രമേ ഈ യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ട് അവകാശപ്പെടാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ഈച്ച് കോർണർ പാർട്ടിക്കിൾ 1/8 ഓഫ് ഈച്ച് കോർണർ പാർട്ടിക്കിൾ ബിലോങ്സ് ടു ദാറ്റ് യൂണിറ്റ് സെൽ. അതിൻ്റെ കോർണറിലുള്ള പാർട്ടിക്കിളിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്ത് 8ൽ 1 ഭാഗം മാത്രമാണ് ഈ കോർണറിൽ കാണിച്ചേക്കുന്നത്. ആ 8ൽ 1 ഭാഗം മാത്രമേ ഈ യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ടുള്ളൂ. അങ്ങനെ 8 പാർട്ടിക്കിളിൻ്റെ 8ൽ 1 ഭാഗം മാത്രമേ ഈ യൂണിറ്റ് സെല്ലിലുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ ഒരു സിമ്പിൾ ക്യൂബിക് സെല്ലിലെ പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ. അങ്ങനെ ഓരോ കോർണർ പാർട്ടിക്കിളിന്റെ 8ൽ 1 ഭാഗം മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിന് മാത്രമായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ 8 പാർട്ടിക്കിൾ ഉണ്ട്. അതുകൊണ്ട് 1/8 × 8 ഈക്വൽസ് 1. അതായത് ഒരു സിമ്പിൾ ക്യൂബിക് സെല്ലിൽ ഒരു യൂണിറ്റ് സെല്ലിന് ഉള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം 1 ആണ്. Number of particles per unit cell in case of simple cubic cell is 1/8 × 8 equals 1. അടുത്തത് നമുക്ക് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിലേക്കാണ് പോകുന്നത്.
ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിൽ എങ്ങനെയാ കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, അതുകൂടാതെ ബോഡിയുടെ സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കോർണറിലുള്ള പാർട്ടിക്കിൾസ് വേറെ 8 യൂണിറ്റ് സെല്ലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അതേസമയം ബോഡിയുടെ യൂണിറ്റ് സെല്ലിന്റെ ബോഡിയുടെ നടുക്കാണ് ആ പാർട്ടിക്കിൾ. അപ്പൊ ഈ നടുക്കുള്ള പാർട്ടിക്കിൾ വേറെ ഒരു യൂണിറ്റ് സെല്ലുമായിട്ടും കോണ്ടാക്റ്റിൽ വരുന്നില്ല. അപ്പൊ ഈ പാർട്ടിക്കിൾ മൊത്തത്തിൽ ഈ യൂണിറ്റ് സെല്ലിനുള്ളതാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ മൊത്തമായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇങ്ങനെ ഹൗ മെനി പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് പെർ യൂണിറ്റ് സെൽ ഇൻ കേസ് ഓഫ് ബോഡി സെന്റേർഡ് ക്യൂബിക്. ഇത് സിമ്പിൾ ക്യൂബിക് സെല്ലിലാണ്. ഇനി അടുത്തത് ബോഡി സെന്റേർഡ് ക്യൂബിക് സെല്ലില് നേരത്തെ പറഞ്ഞ പോലെ കോർണറിലുള്ള ഓരോ പാർട്ടിക്കിളിന്റെ 8 ഭാഗം മാത്രമേ ഈ യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ടുള്ളൂ. അങ്ങനെ 8 പാർട്ടിക്കിൾ ഉണ്ട് കോർണറിൽ മൊത്തത്തിൽ. ഇപ്പൊ 1/8 × 8. പിന്നെ മിഡിൽ പൊസിഷനിലുള്ള പാർട്ടിക്കിൾ ഇറ്റ് ഹോൾലി ബിലോങ്സ് ടു ദാറ്റ് യൂണിറ്റ് സെൽ ഇറ്റ് സെൽഫ്. അപ്പം ഈ പാർട്ടിക്കിൾ മൊത്തത്തിൽ ഈ യൂണിറ്റ് സെല്ലിനുള്ളതാണ്. നമുക്ക് മൊത്തത്തിൽ അതിനെ 1 ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. അതായത് ഒരു ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിൽ ഒരു യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിളിന്റെ ആറ്റം, അയോൺ അല്ലെ മോളിക്യൂൾ, ഏത് പാർട്ടിക്കിൾ ആണെന്ന് വെച്ചാൽ 2 പാർട്ടിക്കിൾ ഓരോ യൂണിറ്റ് സെല്ലിലും കാണും. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ ഇൻ കേസ് ഓഫ് ബോഡി സെന്റേർഡ് ക്യൂബിക് ഈസ് 2. അപ്പൊ നമുക്ക് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം നേരത്തെ പറഞ്ഞു. ഓരോ ഫേസിന്റെ സെന്ററിൽ പാർട്ടിക്കിൾ ഉണ്ട്. സെന്ററിലുള്ള പാർട്ടിക്കിളിന്റെ 1/2 മാത്രമേ ഈ യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ടുള്ളൂ. അപ്പോഴ് കോർണർ പാർട്ടിക്കിൾസിന്റെ നമുക്കറിയാം 1/8 ബിലോങ്സ് ടു ദാറ്റ് യൂണിറ്റ് സെൽ. അങ്ങനത്തെ 8 ഉണ്ട്. പിന്നെ each facial particle is in contact with 2 other unit cell. Therefore 1/2 of each facial particle belongs to that unit cell. മൊത്തത്തിൽ 6 ഫേസ് ഉണ്ട്. അപ്പൊ 6 ഫേസിന്റെ സെന്ററിലുള്ള പാർട്ടിക്കിൾ വരുമ്പോൾ 1/2 × 6 equals 3. Therefore 1 + 3 equals 4. That is, in case of face centered unit cell there are 4 particles per unit cell. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. How many particles are present per unit cell in case of simple cubic cell? 1. In case of body centered unit cell 2. In case of face centered unit cell 4. അപ്പോൾ ഇടയ്ക്ക് ഒരു എക്സാമ്പിൾ, ഇപ്പം ലിഥിയത്തിന്റെ കേസിൽ ലിഥിയം ഹാസ് BCC ക്രിസ്റ്റലാണ്. അതുകൊണ്ട് ലിഥിയം ക്രിസ്റ്റലിന്റെ യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം 2. Number of particles per unit cell in case of lithium is 2. And copper has face centered unit cell. Therefore number of particles per unit cell in case of copper is 4. ഒരു സിമ്പിൾ ക്യൂബിക് സെൽ ആണ് ഇത്. സിമ്പിൾ ക്യൂബിക് സെൽ ഓർ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അതിലെ ആക്സിയൽ ഡിസ്റ്റൻസ് ആണ് ABC. ഈ ആക്സിയൽ ആംഗിൾസ് ആണ് ആൽഫ, ബീറ്റ, ഗാമ. അപ്പോൾ ഈ ആക്സിയൽ ഡിസ്റ്റൻസിൻ്റെയും ആക്സിയൽ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് 7 ടൈപ്സ് ഉണ്ട്. There are 7 different types of primitive unit cell. 7 primitive unit cellന്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്യൂബിക്, ടെട്രഗോണൽ, മോണോക്ലിനിക്, orthorhombic, triclinic, hexagonal, rhombohedral or trigonal. ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴിയാണ് ക്യൂട്ട് മദർ, അതായത് CUTE ക്യൂട്ട് മദർ MOTHR എന്ന് ഓർത്തിരിക്കുക. അപ്പം അത് ആ ഓർഡറിൽ ഓർത്താൽ നമ്മൾ 7 എണ്ണത്തിൻ്റെ പേരോർത്തിരിക്കും. ഓരോന്നിൻ്റെ ആക്സിയൽ ഡിസ്റ്റൻസ്, ക്യൂബിക് ആക്സിയൽ ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആണ്. A = B = C. ആക്സിയൽ ആംഗിൾസ് ആൽഫ = ബീറ്റ = ഗാമ എല്ലാം 90 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്നത് ഈ മെഷർമെന്റ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം ആണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. അടുത്തത് ടെട്രഗണൽ. ടെട്രഗണലില് ആക്സിയൽ ഡിസ്റ്റൻസ് എയും ബിയും ഈക്വൽ ആണ്. സിക്ക് വേറൊരു മെഷർമെന്റ് ആണ്. അതാ A = B not equal to C.
ആക്സിയൽ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആണ്, എല്ലാം ഈക്വലുമാണ്. ആൽഫ ഈക്വൽസ് ബീറ്റ ഈക്വൽസ് ഗാമ ഈക്വൽസ് 90 ഡിഗ്രി. അടുത്തത് മോണോക്ലിനിക്. അപ്പം ക്യൂബിക്കിന് എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, ടെട്രഗണലിന് വൈറ്റ് ടിൻ. മോണോക്ലിനിക്കിന്റെ എക്സാമ്പിൾ ആണ് മോണോക്ലിനിക് സൾഫർ. അതിൽ ആക്സിയൽ ഡിസ്റ്റൻസ് ഒന്നും ഈക്വൽ അല്ല, പല പല മെഷർമെന്റ് ആണ്. അതുകൊണ്ടാണ് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ആക്സിയൽ ആംഗിൾസിൽ ആൽഫയും ഗാമയും ഈക്വലും ആണ്, അത് 90 ഡിഗ്രി ആണ്. ബീറ്റ വേറൊരു മെഷർമെന്റ് ആണ്, 120 ഡിഗ്രി ആവത്തില്ല. ആൽഫ ഈക്വൽസ് ഗാമ ഈക്വൽസ് 90 ഡിഗ്രി, ബീറ്റ നോട്ട് ഈക്വൽ ടു 120 ഡിഗ്രി. അടുത്തതാണ് ഓർത്തോറോംബിക്. അതിന് എക്സാമ്പിൾ ആണ് റോംബിക് സൾഫർ. അതിൽ ആക്സിയൽ ഡിസ്റ്റൻസ് ഒന്നും ഈക്വൽ അല്ല. ഇതുപോലെ തന്നെ മോണോക്ലിനിക്കിനെ പോലെ തന്നെ ഓർത്തോറോംബിക്കിനും ആക്സിയൽ ഡിസ്റ്റൻസ് എല്ലാം ഡിഫറെന്റ് ആണ്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ആക്സിയൽ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. ഏതുപോലെ ടെട്രഗണലിനെ പോലെ ക്യൂബിക്കിനെ പോലെ ആക്സിയൽ ആംഗിൾസ് എല്ലാം ഈക്വലുമാണ്, 90 ഡിഗ്രി ആണ്. ആൽഫ ഈക്വൽസ് ബീറ്റ ഈക്വൽസ് ഗാമ ഈക്വൽസ് 90 ഡിഗ്രി. അടുത്ത ക്രിസ്റ്റൽ സിസ്റ്റം ആണ് ട്രൈക്ലിനിക്. അതിന് എക്സാമ്പിൾ ആണ് തുരിശ്. തുരിശിന്റെ ഫോർമുല എന്തുവാ? ബ്ലൂ വിട്രിയോൾ, കോപ്പർ സൾഫേറ്റ്, CuSO4 5H2O. അത് ട്രൈക്ലിനിക്കിന് എക്സാമ്പിൾ ആണ്. അതില് ഈ മോണോക്ലിനിക്കിനെ പോലെ അതുപോലെ ഓർത്തോറോംബിക്കിനെ പോലെ തന്നെ ആക്സിയൽ ഡിസ്റ്റൻസ് ഒന്നും ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. പിന്നെ ആക്സിയൽ ആംഗിൾസോ അതും ഒന്നും ഈക്വൽ അല്ല, 90 ഡിഗ്രി അല്ല. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അടുത്തതാണ് ഹെക്സഗണൽ. ഹെക്സഗണലിന് എക്സാമ്പിൾ ആണ് ഗ്രാഫൈറ്റ്. അതിൽ ആക്സിയൽ ഡിസ്റ്റൻസ് എയും ബിയും ഈക്വൽ ആണ്, സി അതിന് ഈക്വൽ അല്ല. എ ഈക്വൽസ് ബി നോട്ട് ഈക്വൽ ടു സി. അതില് ഗാമ മാത്രം ആക്സിയൽ ആംഗിൾ എടുക്കുമ്പോൾ ഗാമ മാത്രം 120 ഡിഗ്രി, ആൽഫയും ബീറ്റയും ഈക്വലുമാണ്, അത് 90 ഡിഗ്രി ആണ്. ആൽഫ ഈക്വൽസ് ബീറ്റ ഈക്വൽസ് 90 ഡിഗ്രി, ഗാമ ഈക്വൽസ് 120 ഡിഗ്രി. അടുത്തത് റോംബോഹെഡ്രൽ. അതിന്റെ വേറൊരു പേരാണ് ട്രൈഗണൽ. അതിന്റെ എക്സാമ്പിൾ ആണ് സിന്നബർ. സിന്നബർ എന്ന് പറഞ്ഞാൽ മെർക്കുറിക് സൾഫൈഡ് ആണ്. അതില് നമ്മുടെ ക്യൂബിക്കിനെ പോലെ തന്നെ ആക്സിയൽ ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആണ്. എ ഈക്വൽസ് ബി ഈക്വൽസ് സി. ആക്സിയൽ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്, പക്ഷെ ഒന്നും 90 ഡിഗ്രിക്ക് ഈക്വൽ അല്ല. ആൽഫ ഈക്വൽസ് ബീറ്റ ഈക്വൽസ് ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഓർത്തിരിക്കണം. അതിനെ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ക്യൂട്ട് മദർ. അത് വെച്ച് ഓർത്തിരിക്കുക. പിന്നെ എക്സാമിന് ചോദിക്കുന്നത് മെഷർമെന്റ് തരും, എന്നിട്ട് ഇത് ഏത് ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം ആണെന്ന് ചോദിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഞാനിത് ടേബിളായിട്ട് നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്, അത് നോട്ട് എഴുതി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ക്ലോസ് പാക്കിംഗ് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പം ക്രിസ്റ്റലില് നമ്മളിപ്പോൾ ആപ്പിൾ കടയിൽ അല്ലെ ആപ്പിൾ അല്ലെ ഓറഞ്ച് നല്ല ക്ലോസ് ആയിട്ട് അടുക്കിയാണ് പാക്ക് ചെയ്യുന്നത്. കാരണം അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ ലഭ്യമായ സ്ഥലത്ത് മാക്സിമം ആപ്പിളിനെ ഉൾക്കൊള്ളിക്കാനായിട്ട്. അങ്ങനെ ആ രീതിയിൽ ഇപ്പം നമ്മളിവിടെ ആപ്പിളിന് പകരം ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസിനെയാണ് പറയുന്നത്. പാർട്ടിക്കിൾസിനെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഒരു ക്രിസ്റ്റലിൽ ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. അതിനെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യും. കാരണം കുറച്ച് സ്പേസിൽ മാക്സിമം പാർട്ടിക്കിൾസിനെ ഉൾക്കൊള്ളിക്കാനായിട്ട്. അപ്പം in a crystal the constituent particles are closely packed, leaving minimum vacant space. Vacant ആയിട്ടുള്ള സ്പേസ് കുറച്ച് മാത്രമേ ഇടാവുള്ളൂ. ലഭ്യമായ സ്ഥലം മുഴുവൻ മാക്സിമം പാർട്ടിക്കിൾസിനെ ഉൾക്കൊള്ളിക്കണം. അപ്പം നമുക്ക് അതിന് 1 ഡയമെൻഷണൽ പാക്കിംഗ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. 1 ഡയമെൻഷണൽ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിനെ ഒരു റോയിൽ മാത്രം, ഇതിനാ പറയുന്നത് റോ. പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റോ. പാർട്ടിക്കിൾസിനെ ഒരു റോയിൽ അറേഞ്ച് ചെയ്യുവാണ്. അപ്പൊ ഇതിവിടെ വെച്ച് നിൽക്കത്തില്ല, അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് പോകും. അപ്പൊ നോക്കുമ്പോൾ ഓരോ പാർട്ടിക്കിളും, നമ്മൾ ഇടയ്ക്കുള്ള ഒരു പാർട്ടിക്കിളിനെ നോക്കുക, ഓരോ പാർട്ടിക്കിളും തൊട്ടടുത്ത 2 പാർട്ടിക്കിൾസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതായിട്ട് കാണാം. അതായത് അപ്പൊ നമ്മൾ പറയും ഒരു പാർട്ടിക്കിൾ എത്ര അടുത്ത പാർട്ടിക്കിൾസ്
പാർട്ടിക്കിൾസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നോ ആ നമ്പറിനെ നമ്മൾ പറയുന്നത് കോർഡിനേഷൻ നമ്പർ എന്നാണ്. കോർഡിനേഷൻ നമ്പർ. അപ്പൊ ഇവിടെ വൺ ഡയമെൻഷണൽ പാക്കിങ്ങിൽ each particle is in contact with the two of its nearest neighbors. ഓരോ പാർട്ടിക്കിളും തൊട്ടടുത്ത രണ്ട് പാർട്ടിക്കിളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. Therefore, coordination number of each particle in one dimensional packing is 2. അതുകൊണ്ട് വൺ ഡയമെൻഷണൽ പാക്കിങ്ങിൽ ഓരോ പാർട്ടിക്കിളിന്റെ കോർഡിനേഷൻ നമ്പർ 2 ആണ്. നമ്മൾ ഈ ഒരു പാർട്ടിക്കിൾ എടുത്താൽ രണ്ട് പാർട്ടിക്കിളുമായിട്ട് അറ്റത്ത് നമ്മൾ നോക്കണ്ട, കാരണം ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല, എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അപ്പൊ ഏതൊരു പാർട്ടിക്കിൾ എടുത്താലും തൊട്ടടുത്ത രണ്ട് പാർട്ടിക്കിളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. Therefore, coordination number of each particle in one dimensional packing is 2. അപ്പൊ അത് കഴിഞ്ഞു, വൺ ഡയമെൻഷണൽ പാക്കിങ്ങിന്റെ കഴിഞ്ഞു. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് 2 ഡയമെൻഷണൽ പാക്കിങ്ങിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിനെ ഹൊറിസോണ്ടലായിട്ടും അറേഞ്ച് ചെയ്യും, വെർട്ടിക്കലായിട്ടും അറേഞ്ച് ചെയ്യും. അപ്പൊ അതില് ഈ ഒരു ക്ലോസ് പാക്കിംഗ് നോക്കിയേ, നമ്മൾ ആദ്യം ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തു. ഇനി സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസിന്റെ നേരെ മുകളിലായിട്ടാണ് സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസിനെ വെക്കുന്നത്. പാർട്ടിക്കിൾസ് ഓഫ് ദി സെക്കൻഡ് റോ ആർ വെർട്ടിക്കലി അലൈൻഡ് വിത്ത് ദ പാർട്ടിക്കിൾസ് ഓഫ് ദി ഫസ്റ്റ് റോ. അലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരനിരയായിട്ട് വെക്കുക. അപ്പൊ നമ്മള് രണ്ടാമത് നേരെ നോക്കി, നേരെ വരും ഒരു ലൈൻ വരച്ചാൽ. ഇനി മൂന്നാമത്തെ റോയിലെ പാർട്ടിക്കിൾസിനെ വെക്കുന്നത് രണ്ടാമത്തെ റോയിലെ പാർട്ടിക്കിൾസിന്റെ നേരെയായിട്ട് വരും. പാർട്ടിക്കിൾസ് ഓഫ് ദി തേർഡ് റോ ആർ വെർട്ടിക്കലി അലൈൻഡ് വിത്ത് ദ പാർട്ടിക്കിൾസ് ഓഫ് ദി ഫസ്റ്റ് റോ. അങ്ങനെ നോക്കുമ്പോൾ നേരെ നേരെ എല്ലാ പാർട്ടിക്കിൾസും വരും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഇടയ്ക്കുള്ളൊരു പാർട്ടിക്കിൾ, ഈ പാർട്ടിക്കിൾ എടുത്തു. ഇത് വേറെ എത്ര പാർട്ടിക്കിൾസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്? 1, 2, 3, 4. ഈ 4 പാർട്ടിക്കിളാണ് ഈ പാർട്ടിക്കിളുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാർട്ടിക്കിളിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണെന്ന് നമ്മൾ പറയും. അപ്പൊ ഈ കോണ്ടാക്റ്റിൽ വരുന്ന പാർട്ടിക്കിൾസിന്റെ എല്ലാം സെന്റർ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്കൊരു സ്ക്വയർ ആണ് കിട്ടുന്നത്. സ്ക്വയർ ഷേപ്പ് കിട്ടും. അതുകൊണ്ട് ഈ ക്ലോസ് പാക്കിങ്ങിന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ്. അപ്പം in square close packing, particles of the first row idana, particles of the second row are vertically aligned with the particles of the first row, and particles of the third row are vertically aligned with the particles of the second row, and so on. Therefore, in square close packing, each particle is in contact with the 4 of its nearest neighbors. Hence, coordination number of each particle in square close packing is 4. ഇനി 2 ഡയമെൻഷണൽ പാക്കിങ്ങിൽ തന്നെ അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മൾ പാർട്ടിക്കിൾസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുക. അപ്പൊ ഈ 1 ഡയമെൻഷണൽ പാക്കിംഗ് നോക്കിയ രണ്ട് പാർട്ടിക്കിൾസിന് ഇടയിലുള്ള ഈ സ്പേസിനെ നമ്മൾ പറയുന്നത് ഡിപ്രഷൻ എന്നാണ്. അതുപോലെ ഇതാണ് അടുത്ത ഡിപ്രഷൻ, ഇത് ഡിപ്രഷൻ. അങ്ങനെ അപ്പോഴ് നമ്മളിവിടെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസിന് ഇടയിലുള്ള ഡിപ്രഷനിലാണ് രണ്ടാമത്തെ റോയിലെ പാർട്ടിക്കിളിനെ വെക്കുന്നത്. അടുത്തത് സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസിനെ വെക്കുന്നത് ഈ രണ്ട് റോയിലെ പാർട്ടിക്കിൾസിന് ഇടയിലുള്ള സ്പേസിൽ. അങ്ങനെ പാർട്ടിക്കിൾസ് രണ്ടാമത്തെ റോയിലെ എല്ലാ പാർട്ടിക്കിൾസിനെയും വെക്കുന്നത് ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസിന് ഇടയിലുള്ള സ്പേസിലാണ്. അപ്പം ഇൻ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഓർ ഇൻ 2 ഡയമെൻഷണൽ പാക്കിങ്ങിലെ രണ്ടാമത്തേതാണ് പാർട്ടിക്കിൾസ് ഓഫ് ദി സെക്കൻഡ് റോ ആർ പ്ലേസ്ഡ് ഇൻ ഡിപ്രഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ദി ഫസ്റ്റ് റോ. അതുപോലെ സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഡിപ്രഷൻ അതിലാണ് തേർഡ് റോയിലെ പാർട്ടിക്കിൾസിനെ വെക്കുന്നത്. അടുത്തത് ഈ രണ്ട് പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിപ്രഷൻ അതിൽ ഈ പാർട്ടിക്കിളിനെ വെച്ചു. തൊട്ടടുത്ത ഈ രണ്ട് പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിപ്രഷൻ അതിൽ ഈ പാർട്ടിക്കിളിനെ വെച്ചു. എന്ന് പറഞ്ഞാൽ തേർഡ് റോയിലെ പാർട്ടിക്കിൾസിനെ വെക്കുന്നത് സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിപ്രഷനിലാണ്. പാർട്ടിക്കിൾസ് ഓഫ് ദി തേർഡ് റോ ആർ പ്ലേസ്ഡ് ഇൻ ഡിപ്രഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ദി ഫസ്റ്റ് റോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ കൂടുതൽ പാർട്ടിക്കിൾസിനെ വെക്കാൻ പറ്റുന്നത് ഇതിലാണ്. എന്ന് പറഞ്ഞാൽ ലഭ്യമായ സ്ഥലത്തിന്റെ 60.4% സ്പേസും
നമുക്ക് പാർട്ടിക്കിൾസ് കൊണ്ട് ഒക്കുപൈ ചെയ്യാൻ പറ്റും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ. അതേസമയം സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ ഇതിനേക്കാളും കുറവാണ്. അതായത് ലഭ്യമായ സ്ഥലത്തിന്റെ 50.4% സ്പേസ് ആണ് പാർട്ടിക്കിൾസ് കൊണ്ട് ഒക്കുപൈ ചെയ്യാവുന്നത്. അപ്പം ഈ രണ്ടെണ്ണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ക്വയർ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് മോർ എഫിഷ്യന്റ് ദാൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. Because in square close packing 52.4% of available space is occupied by spherical particles, while in hexagonal close packing 60.4% of available space is occupied by spherical particles. ഇവിടെ 54.2% ആണ്. 54.2% of available space is occupied by spherical particles in square close packing. Therefore, comparatively, hexagonal close packing is more efficient than square close packing in two-dimensional packing. അങ്ങനെ നമ്മൾ 1-dimensional packing കഴിഞ്ഞു, 2-dimensional packing കഴിഞ്ഞു. അടുത്തത് 3-dimensional packing. ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് 2-dimensional പാക്കിങ്ങിലെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ച്. ഇതിന് ഈ പേര് വരാൻ കാരണം നമ്മൾ ഇടയ്ക്കുള്ള ഒരു പാർട്ടിക്കിൾ നോക്കിയാൽ അതിന് ചുറ്റിനും വേറെ എത്ര പാർട്ടിക്കിൾ കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6. But each spherical particle is in contact with 6 of its nearest neighbors. അപ്പോൾ ആ 6 പാർട്ടിക്കിൾസിന്റെ മിഡിൽ പോർഷനിൽ കൂടെ നമ്മൾ ഒരു ലൈൻ വരച്ചാൽ നമുക്കൊരു ഹെക്സഗണൽ ഷേപ്പ് ആണ് കിട്ടുന്നത്. Therefore, this close packing is called hexagonal close packing. Since each particle is in contact with 6 of its nearest neighbors, coordination number of each particle in hexagonal close packing is 6. Yes, 3-dimensional packing. നമ്മുടെ 2-dimensional packing ഒന്നുകൂടി ഫിഗർ കണ്ടാൽ ക്ലിയർ ആവും. അതായത് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നോക്കിയേ, ഓരോ പാർട്ടിക്കിളും ഈ പാർട്ടിക്കിൾ നോക്കുകയാണ്, അത് കോണ്ടാക്റ്റിൽ വരുന്നത് വേറെ 4 പാർട്ടിക്കിൾസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിക്കിളിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. പിന്നെ ഈ 4 പാർട്ടിക്കിൾസിന്റെയും സെന്റർ നമ്മൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഒരു സ്ക്വയർ പാറ്റേൺ വരും. Therefore, this close packing is called square close packing. പിന്നെ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് പറയാം. ഈ വേക്കന്റ് സ്പേസ് കണ്ടോ, ഈ വേക്കന്റ് സ്പേസിനെ നമ്മൾ പറയുന്നത് വോയിഡ്സ് എന്ന് പറയും. വേക്കന്റ് സ്പേസ് ഇൻ ക്ലോസ് പാക്ഡ് പാറ്റേൺ ഈസ് കോൾഡ് വോയിഡ്സ്. അപ്പൊ ഈ വോയിഡ് ചുറ്റിനും എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 4 പാർട്ടിക്കിൾ. അതുകൊണ്ട് ഈ വോയിഡിനെ നമ്മൾ പറയുന്നത് ടെട്രാഹീഡ്രൽ വോയിഡ് എന്നാണ്. ടെട്രാ എന്ന് പറഞ്ഞാൽ 4. അപ്പം the void surrounded by 4 particles is called tetrahedral void. ഇനി നമുക്ക് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ ഫിഗർ നോക്കിയേ. 2-dimensional പാക്കിങ്ങിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ഈ പാർട്ടിക്കിൾ നോക്കിയേ, ഈ പാർട്ടിക്കിൾ വേറെ 6 പാർട്ടിക്കിളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ദിസ് പാർട്ടിക്കിൾ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 6 ഓഫ് ഇറ്റ്സ് നിയറസ്റ്റ് നെയ്ബേഴ്സ്. ആ നെയ്ബേഴ്സിന്റെ എല്ലാം സെന്ററിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ഹെക്സഗണൽ പാറ്റേൺ ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ക്ലോസ് പാക്കിങ്ങിന് പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. സിൻസ് ദിസ് each particle is in contact with 6 of its nearest neighbors, in hexagonal close packing coordination number of each particle is 6. പിന്നെ ഇതിലാണ് 60.4% of available space is occupied by spherical particles. ഇനി നമ്മൾ ഇവിടെ നമുക്ക് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലുള്ള void എന്ന് പറഞ്ഞാൽ each void is surrounded by 6 spheres. Therefore, the coordination number of each particle is called the void is called octahedral void. That is, void surrounded by 6 spheres is called octahedral void. There are 2 types of void: void surrounded by 4 spheres, tetrahedral void, and void surrounded by 6 spheres, octahedral void. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷനെ കുറിച്ചാണ്. അതിന്റെ ഫിഗർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 14-ാമത്തെ പേജിലുണ്ട്. അത് പഠിക്കുമ്പോൾ നിങ്ങൾ എടുത്തു വെച്ച് നോക്കണം. അതായത് ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്ന ഡാർക്ക് സർക്കിൾ കൊണ്ടാണ്. ഡാർക്ക് സർക്കിൾ കണ്ടോ. സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്ന ലൈറ്റ് സർക്കിൾ കൊണ്ടാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസിന് ഇടയ്ക്കുള്ള വോയിഡ് 2 ടൈപ്പ് വോയിഡ് ഉണ്ട്. O എന്ന് മാർക്ക് ചെയ്ത വോയിഡും T എന്ന് മാർക്ക് ചെയ്ത വോയിഡും ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസിനെ വെക്കുമ്പോൾ ഒന്നുകിൽ O എന്ന് മാർക്ക് ചെയ്ത വോയിഡിന് മുകളിൽ വെക്കാം, അല്ലെങ്കിൽ T എന്ന് മാർക്ക് ചെയ്ത വോയിഡിന് മുകളിൽ വെക്കാം. അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് ദി സെക്കൻഡ് ലെയർ ആർ പ്ലേസ്ഡ് either on voids marked O,
or on voids marked T. പിന്നെ മൂന്നാമത്തെ ലെയറിലെ പാർട്ടിക്കിൾസിനെ നമുക്ക് വെക്കുമ്പോൾ രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഒന്നുകിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് മാനറിലോ അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് മാനറിലോ. Particles of the third layer may be placed in two different types. There are two types of arrangement in hexagonal close packing manner HCP or cubic close packing manner CCP. രണ്ട് പാക്കിങ്ങിലും ലഭ്യമായ സ്ഥലത്തിന്റെ 74% സ്പേസും പാർട്ടിക്കിൾ കൊണ്ട് ഒക്കുപ്പൈ ചെയ്യും. In both HCP and CCP, 74% of available space is occupied by spherical particles. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് അറേഞ്ച്മെന്റ് നോക്കിയാൽ ഓരോ പാർട്ടിക്കിൾ എടുത്താലും അത് അതിൻ്റെ തന്നെ ലെയറിലെ, ഇപ്പൊ ഈ ഡാർക്ക് സർക്കിൾ നോക്കിയേ, അതിൻ്റെ തന്നെ ലെയറിലെ 6 പാർട്ടിക്കിൾസ് ചുറ്റിനും കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. തൊട്ടു മുകളിലുള്ള ലെയറിലെ 6 പാർട്ടിക്കിൾസുമായിട്ടും ഈ സ്ഫെറിക്കൽ പാർട്ടിക്കിൾ കോണ്ടാക്റ്റിൽ വരും. അങ്ങനെ വരുമ്പോൾ ഈ HCPയിലും CCPയിലും ഓരോ പാർട്ടിക്കിളും 12 പാർട്ടിക്കിൾസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 ഡയമെൻഷണൽ പാക്കിങ്ങിൽ HCPക്കും CCPക്കും കോർഡിനേഷൻ നമ്പർ 12 ആണ്. In both HCP and CCP, coordination number of each particle is 12 and 74% of available space is occupied by spherical particles. Hence, this type of close packing is more efficient. നേരത്തെ വോയിഡിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ലെയറിലെ ബ്ലൂ സർക്കിൾ കൊണ്ടാണ് കാണിച്ചിരിക്കുന്നത് പാർട്ടിക്കിൾസിനെ. സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിളിനെ റെഡ് സർക്കിൾ കൊണ്ട് കാണിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ഈ വോയിഡിന് ചുറ്റിനും 4 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതൊരു ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്. ദിസ് വോയിഡ് ഈസ് സറൗണ്ടഡ് ബൈ 4 പാർട്ടിക്കിൾസ്. therefore this is called a tetrahedral void. അടുത്തത് ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ കേസിൽ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസിനെ ബ്ലൂ സർക്കിൾ കൊണ്ടും സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസിനെ റെഡ് സർക്കിൾ കൊണ്ടും കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഈ വോയിഡ് എന്താണ്? വെക്കൻഡ് സ്പേസ് ഇൻ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് വോയിഡ്. ഈ വോയിഡിന് ചുറ്റിനും 6 പാർട്ടിക്കിൾസ് ഉണ്ട്. ദിസ് വോയിഡ് ഈസ് സറൗണ്ടഡ് ബൈ 6 പാർട്ടിക്കിൾസ്. ഹെൻസ് ദിസ് വോയിഡ് ഈസ് കോൾഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഇതാണ് ടെട്രാഹെഡ്രൽ വോയിഡ് സറൗണ്ടഡ് ബൈ 4 പാർട്ടിക്കിൾസ്. ഇത് ഒക്ടാഹെഡ്രൽ വോയിഡ് സറൗണ്ടഡ് ബൈ 6 പാർട്ടിക്കിൾസ്. 3 പാർട്ടിക്കിൾസ് ലോവർ ലെയർ, 3 പാർട്ടിക്കിൾസ് പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന സ്ഫിയേഴ്സ് അപ്പർ ലെയർ. ഇന്ന് നമ്മൾ പഠിച്ച ക്ലോസ് പാക്കിംഗ് ഇൻ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ, 1 dimensional packing. In 1 dimensional packing, coordination number of each particle is 2. രണ്ടാമത്തെ 2 dimensional packing, 2 tight square close packing. Here coordination number of each particle is 4. And 54.2% of available space has been occupied by spherical particles. അടുത്തത് hexagonal close packing, 2 dimensional രണ്ടാമത്തെയാണ് hexagonal close packing. Here coordination number of each particle is 6 and 60.4% of available space has been occupied by spherical particles. പിന്നെ 3 dimensional packing രണ്ട് ടൈപ്പിലാവാം, hexagonal close packing and cubic close packing. In both these patterns, 74% of available space has been occupied by spherical particles. And the vacant space in close packing is called void. Void surrounded by 4 particles, tetrahedral void, and void surrounded by 6 particles, octahedral void. ഇത്രയാണ് ഇന്ന് പഠിച്ചതിന്റെ മെയിൻ പോയിന്റ്സ്. ബാക്കി അടുത്ത ക്ലാസ്.